എല്ലാവർക്കും നമസ്കാരം. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ 30 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന ഒരാളുടെ കഥയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥയ്ക്കൊടുവിൽ കുറേ കൂടി പിടിച്ചു നിൽക്കാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദി സൺ ഡസ് ഷൈൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. റേ ആൻ്റണി ഹിൻറ്റൺ എന്ന് പറയുന്ന ആളാണ് അത് എഴുതിയിട്ടുള്ളത്. അത് അയാളുടെ തന്നെ ജീവിത കഥയാണ്. അമേരിക്കയിലാണ് നടക്കുന്നത്. അമേരിക്കയിലെ അലബാമ എന്ന് പറയുന്ന സ്ഥലത്ത് 1980-കളിൽ ഇദ്ദേഹം ഒരു കറുത്ത വർഗ്ഗക്കാരനാണ്. അലബാമയിൽ കറുത്തവരോട് കൃത്യമായിട്ടുള്ളൊരു റേസിസം ഉണ്ട്. ഹിൻറ്റൺ എന്നാണ് ഇയാളെ എല്ലാവരും വിളിക്കുക. ഇയാളുടെ സ്ട്രെങ്തായി എപ്പോഴും ഇയാൾ പറയുന്ന 2 കാര്യങ്ങളാണ്. 1, അൺകണ്ടീഷണലായി സ്നേഹിക്കുന്ന എൻ്റെ അമ്മ. 2, എൻ്റെ ഹ്യൂമർ സെൻസ്. അയാൾ കുട്ടിക്കാലത്തെ ഓർമ്മിച്ചെടുക്കുമ്പോൾ ഈ വൈറ്റ് പീപ്പിളിനെ കാണുമ്പോൾ റോഡിലൂടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു വൈറ്റ് മാൻ വന്നാൽ ഇവർ ഒളിച്ചിരിക്കും. കാരണം ഇവർ ചിലപ്പോൾ ഉപദ്രവിച്ചെന്നിരിക്കും. ഒരു വലിയ വണ്ടി വരുന്ന കണ്ടാൽ വൈറ്റ് പീപ്പിളിൻ്റെ വണ്ടിയാണെങ്കിൽ ഇവർ എത്രമേൽ ചാടി സൈഡിലേക്ക് മാറി ചിലപ്പോൾ വണ്ടി അടിച്ചവരെ കൊല്ലാൻ വരെ സാധ്യതയുണ്ട്. ആരും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല. ഇയാളുടെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട സംഭവം നടക്കുന്നത് 29 വയസ്സുള്ളപ്പോഴാണ്. അമ്മയുമൊത്ത് ജീവിക്കുന്ന ഹിൻറ്റൺ മുറ്റത്ത് പുല്ല് ചെത്തിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് 3 പോലീസ് ഓഫീസേഴ്സ് വീടിന് മുമ്പിലേക്ക് വരുന്നു. നിങ്ങളാണോ റേ ആൻ്റണി ഹിൻറ്റൺ? അവൻ പറയുന്നത് അതെ, ഞാനാണ്. യു ആർ അണ്ടർ അറസ്റ്റ്. അവൻ ചോദിക്കുന്നത് എന്ത് തെറ്റിയത്, എന്തിന്? നിങ്ങളാണോ റേ ആൻ്റണി ഹിൻറ്റൺ? അതെ. എന്നാൽ തിരിഞ്ഞു നിൽക്ക്, കൈ പുറകെ കെട്ട്. വിലങ്ങണിയിക്കുന്നു. ഇയാൾ പലതവണ ചോദിക്കുന്നത് എന്തിനാണ്? അപ്പോൾ പോലീസ് ഓഫീസേഴ്സിൽ ഒരാൾ പറയുന്നു അറ്റംപ്റ്റഡ് റോബറി, അറ്റംപ്റ്റഡ് കിഡ്നാപ്പിംഗ്, അറ്റംപ്റ്റഡ് മർഡർ. 3 കാര്യങ്ങൾക്കാണ്. അപ്പം ഞാനിതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നു. ഒരു കാര്യമില്ല, വണ്ടി കയറാൻ പറയുന്നു. ഇയാൾ പറയുന്നത് എൻ്റെ അമ്മ അകത്താണ്, ഞാനൊന്ന് പോയി പറഞ്ഞോട്ടെ. പോലീസ് ഓഫീസർ പറയുന്നത് നടക്കൂല. ഇയാളത് പ്ലീസ്, അമ്മ എനിക്കിപ്പോൾ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയ സ്ത്രീയാണ്. അവർ പുറത്തേക്ക് വരുമ്പോൾ ഞാനില്ലെങ്കിൽ അവരെന്ത് ചെയ്യും? അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഒടുവിൽ അംഗീകരിക്കുന്ന ഒരു പോലീസ് ഓഫീസറിൻ്റെ കൂടെ വീടിൻ്റെ അകത്തേക്ക് പോകുന്നു. അവനെ തിരിഞ്ഞിട്ട് അമ്മ എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ അമ്മ ഞെട്ടാണ്. മകൻ്റെ കയ്യിൽ വിലങ്ങ്. എന്ത് പറ്റി മകനെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല അമ്മ, ഞാൻ ആരെ കൊന്നുവെന്നാണ് ഇവർ പറയുന്നത്. ജീപ്പിൻ്റെ അകത്ത് കയറി ഓൺ ദ വേയിൽ ഇയാൾ ചോദിക്കുന്നത് എനിക്കതിന് എന്ത് തെളിവാണുള്ളത്? ഈ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് 2 പേർ ഓൾറെഡി കൊല്ലപ്പെട്ടു, 3-മതൊരാളെ കൊല്ലാൻ ശ്രമിച്ചു, പക്ഷേ അയാൾ ഭരിച്ചില്ല. അയാൾ നൽകിയ തെളിവുകൾ അനുസരിച്ച് നിങ്ങളാണ് പ്രതി. അപ്പോൾ ഇയാൾ പറയുന്നത് അത് ഞാൻ തന്നെയാണെന്ന് അയാൾ പറഞ്ഞതല്ലാതെ മറ്റെന്ത് തെളിവാണുള്ളത്? പോലീസ് ഓഫീസർ പറയുന്നുണ്ട് ഓ, അതാണോ വേണ്ടത്? തെളിവ് നമ്പർ 1, യു ആർ ബ്ലാക്ക്. നീ കറുത്തവനാണ്, നീതി ചെയ്യും. 2, നിനക്കെതിരെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഹീസ് എ വൈറ്റ് പേഴ്സൺ. വെളുത്തവൻ ഒരിക്കലും നുണ പറയില്ല. 3, നിന്നെ വിധിക്കാൻ പോകുന്ന ജഡ്ജ് ഹീസ് എ വൈറ്റ് മാൻ. 4, നിന്നെ കേസ് ഡിസ്കസ് ചെയ്യുന്ന ജൂറി അവരെല്ലാവരും വെളുത്തവരാണ്. യു ആർ എ ഡൺ മാൻ എന്ന് പറഞ്ഞ് ആക്കിച്ചിരിക്കുകയാണ്. കോടതിയിലോട്ട് വരുന്നു. ജഡ്ജി ചോദിക്കുന്നു തനിക്ക് ലോയർ ഉണ്ടോ? ഹിൻറ്റൺ പറയുന്നു ഇല്ല. ഒരു ലോയറെ വയ്ക്കാൻ പൈസ ഉണ്ടാവുമോ? ഇല്ല, ഞാനൊരു ഹംബിൾ ഫാമിലിയിൽ നിന്നാണ്. ജഡ്ജി ഒരു ലോയറെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുന്നു ഇയാൾ തൻ്റെ കേസ് വാദിക്കും. അപ്പോൾ ആ ലോയർ പറയുന്നുണ്ട് ഞാനിതൊരു ചാരിറ്റിക്ക് വേണ്ടി പഠിച്ചതല്ലല്ലോ, ഇയാളുടെ കയ്യിൽ നിന്ന് എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, പക്ഷേ ഏറ്റെടുത്തേ പറ്റൂ. ഒടുവിൽ ഈ ലോയർ ഒരുമാതിരി ഉഴപ്പുന്ന രീതിയിലാണ് ഈ കേസിനെ കാണുന്നത്. ലോയറുടെ കണ്ണിൽ ഹിൻറ്റൺ ഓൾറെഡി തെറ്റുകാരനാണ്. അപ്പോൾ പിന്നെ എങ്ങനെ കൺവിൻസ് ചെയ്യാനാണ്? ഒടുവിൽ ഈ ലോയർ പറയുന്നുണ്ട് നമുക്കൊരു ബാലിസ്റ്റിക് എക്സ്പെർട്ടിനെ കൊണ്ടുവരാം. കാരണം ഈ അമ്മയുടെ കയ്യിൽ ഒരു ഗൺ ഉണ്ടായത് വലിയൊരു പ്രശ്നമായി. ഈ പോലീസ് ചോദിക്കുന്നു, അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് നിൻ്റെ കയ്യിൽ ഗണ്ണുണ്ടോ? ഇല്ല. വീട്ടിലോ? അമ്മയുടെ കയ്യിൽ ഗണ്ണുണ്ട്. അതവിടെ ലീഗലി അലൗഡാണ് ഒരു തോക്ക് കയ്യിൽ വെക്കുക എന്നുള്ളത്. പക്ഷെ ഇന്ന് വരെ അവരത് ഉപയോഗിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ തോക്കും കൂടി ഒരു കാരണമായി ഇവനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഈ ലോയർ പറഞ്ഞു നമുക്ക് ബാലിസ്റ്റിക് എക്സ്പെർട്ടിനെ കൊണ്ട് കൊല്ലപ്പെട്ട ആളുടെ ബോഡിയിലെ ബുള്ളറ്റും അമ്മയുടെ തോക്കിലെ ബുള്ളറ്റും വെച്ച് കമ്പയർ ചെയ്യാം, 2ഉം മാച്ച് ആവില്ല, നീ ഫ്രീ ആയിക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഇതിനൊക്കെ ഒരു 6 മാസത്തെ 5 മാസത്തെ ഇടവേളയുണ്ട്. 5 മാസത്തിന് 6 മാസത്തിന് ശേഷം വീണ്ടും കേസ് കോടതിയിലോട്ട് വരുന്നു. ബാലിസ്റ്റിക് എക്സ്പെർട്ട് പറയുന്നു ഇത് 2ഉം മാച്ചിങ് അല്ല. അപ്പോൾ അപ്പുറത്തുനിന്നുള്ള ഒരാൾ വാദിക്കുന്ന ആൾ പറയുന്നത് നിങ്ങൾ എടുത്തിരിക്കുന്ന ഈ ബാലിസ്റ്റിക് എക്സ്പെർട്ടിന് ഒരു കണ്ടുകൂടാ, അയാൾ മര്യാദയ്ക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളല്ല. ഇത് കേട്ടപ്പോൾ ഹിൻറ്റൺ ഞെട്ടുകയാണ്. ഹിൻറ്റൺ ഇങ്ങനെ ഇന്ന് താൻ ഫ്രീ ആവുന്ന കരുതിയാണ് കോടതി മുറിയിൽ നിൽക്കുക. അപ്പോൾ ലോയർ ഇങ്ങനെ അയാൾ നോക്കുന്നുണ്ട്. ലോയർ ഹിൻറ്റൺ നോക്കുന്നില്ല. കാരണം പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഏതോ ഒരുത്തരെ കൊണ്ട് തട്ടിക്കൂട്ടി ഇത് മാച്ചിങ് അല്ല എന്ന് പറയിച്ചതാണ്. കേസ് ഇവന് അഗെയിൻസ്റ്റ് ആവുന്നു. ഇവനെ ഡെത്ത് റോയിലേക്ക് വിടുകയാണ്. ഇത് തൂക്കിലേറ്റുക എന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ അവിടെ
ഇലക്ട്രിക് ചെയറിലിട്ട് ഷോക്ക് അടിപ്പിച്ച് കൊല്ലുക ചെയ്യുക. അങ്ങനെ കൊല്ലേണ്ട മനുഷ്യരെ നിരത്തിയിട്ടിരിക്കുന്ന സെല്ലിലേക്കാണ് ഹിൻറ്റനെ വിടുന്നത്. വീണ്ടും ഈ ലോയർ ഓരോ മുട്ടിനായങ്ങൾ പറയും നമുക്ക് ഒന്നുകൂടി അപ്പീൽ ചെയ്ത് നോക്കാം, സമയമുണ്ട്, കുറച്ചുകൂടി നീട്ടിക്കിട്ടെന്ന് പറഞ്ഞ് വർഷങ്ങൾ കടന്നു പോവാണ്. ഹിൻറ്റൻ്റെ മുമ്പിലൂടെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മനുഷ്യരെ കൊണ്ടുപോകുന്നു, അവരെ ഇലക്ട്രിക് ഷോക്ക് കൊടുത്ത് കൊല്ലപ്പെടുന്നു. ആ ജയിൽ സ്ഥലത്ത് കത്തുന്ന ഇറച്ചിയുടെ മണം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇന്നലെ കണ്ട മനുഷ്യർ, ചിരിച്ച മനുഷ്യരൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും ഇല്ലാതാവുന്നു. തൻ്റെ ഗതി എന്താവും, തനിക്കെതിരെ എന്നായിരിക്കും അത് വരണ്ടാവുമെന്ന് കാത്ത് ഇയാളിങ്ങനെ കിടക്കുന്നു. ഈ ബുക്കിൽ എന്നെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത കഥാപാത്രം ഇദ്ദേഹത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ലെസ്റ്റർ. എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ച ജയിൽ പുള്ളികളെ കാണാൻ അവസരമുണ്ട്. ഈ 30 വർഷവും എല്ലാ ആഴ്ചയിലെ വെള്ളിയാഴ്ചയും ലെസ്റ്റർ വന്ന് കണ്ടിരുന്നു. ലെസ്റ്ററാണ് മറ്റൊരു ലോയർ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത്. ഇവൻ്റെ പ്രതീക്ഷ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഈ കഥ ഫുള്ള് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എങ്ങനെയാണ് ഇയാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പിന്നെ ഈ പുസ്തകം വായിക്കാൻ വലിയ താല്പര്യം കാണില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പോയിന്റുകൾ ഇതാണ്. 3 വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി, ഞാൻ ഇവിടം കൊണ്ട് തീരും. 2 ഓപ്ഷനേ ഉള്ളൂ. ഇവിടെ ആയിരിക്കുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ദൈവം, ഈശ്വരൻ എന്നെ സംരക്ഷിക്കുമായിരിക്കും. എന്നെ സ്നേഹിക്കുന്ന അമ്മ പുറത്തുണ്ട്, അമ്മയുടെ പ്രാർത്ഥനകളുണ്ട്. എല്ലാ ആഴ്ചയും എന്നെ കാണാൻ ഒരു സുഹൃത്ത് വരുന്നുണ്ട്. അവനിടയ്ക്ക് എനിക്ക് പുസ്തകങ്ങൾ സമ്മാനിക്കുന്നുണ്ട്, വായനയിലൂടെ അറിവ് നേടുന്നുണ്ട്. മെല്ലെ ഹിൻറ്റന് ഒരു ഹ്യൂമർ സെൻസ് ഉള്ള ഒരുത്തനാണ്. അവനോട് ഒരു ബുക്ക് ക്ലബ്ബ് ജയിലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വട്ടം കൂടിയിരുന്ന ഒരു പുസ്തകങ്ങൾ ചർച്ച ചെയ്യും, പുതിയ പുസ്തകങ്ങളെക്കുറിച്ച് സംവദിക്കും. ഈ സംവദിക്കുന്ന മനുഷ്യർ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരായിട്ട് കൊല്ലപ്പെട്ട് പോവുകയാണ്. ഹിൻറ്റൻ പറയുന്നത് ഈ പുസ്തകത്തിനൊടുവിൽ ഈ 30 വർഷക്കാലം 54 പേരാണ് ഇയാളുടെ മുമ്പിലൂടെ ഇങ്ങനെ കടന്നുപോയി ഇലക്ട്രിക് ചെയറിൽപ്പെട്ട് കൊല്ലപ്പെട്ടു പോകുന്നത്. ഹിൻറ്റൻ കൊണ്ടുവന്നൊരു കാര്യം, ഇങ്ങനെ ഓരോരുത്തരെ കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ അവനിങ്ങനെ ഉറക്കെ കയ്യിലെ ഭക്ഷണം കഴിക്കുന്ന പാത്രം കൊണ്ട് ജയിലിൻ്റെ ഗ്രില്ലുമിട്ട് ഇങ്ങനെ അടിക്കുവാനും സപ്പോർട്ട് കൊടുത്തുണ്ട്. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾക്ക് ഞങ്ങളൊപ്പം ഉണ്ട്, അവസാന ശ്വാസം പേടിക്കരുത്, ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട അവരുടെ സപ്പോർട്ട് കൊടുക്കുന്നു. ഹിൻറ്റൻ 30 വർഷത്തിന് ശേഷം റിലീസാവുന്നുണ്ട്. അതിൻ്റെ ബാക്കിയിടയ്ക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഓപ്ര വിൻഫ്രി അവരുടെ ഫേവറേറ്റ് ബുക്സിൽ 2018 തിരഞ്ഞെടുത്ത പുസ്തകമാണ് ദി സൺ ഡസ് ഷൈൻ എന്നുള്ളത്. 30 വർഷം ജയിലിൽ കിടന്ന മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി അയാളുടെ ആത്മകഥ എഴുതുന്നു. അത് മില്യൺ കോപ്പീസ് സോൾഡ് ആയിട്ടുള്ളൊരു പുസ്തകമായി മാറുന്നു. അയാളിന്ന് ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഈസ് എൻ അമേസിങ് സ്റ്റോറി ടെല്ലർ. അയാളുടെ കയ്യിൽ ഒരുപാട് പുസ്തക കഥകളുണ്ട്. ഈ 30 വർഷം കൊണ്ട് പഠിച്ചത്. അയാൾ സഹനം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, പ്രതീക്ഷ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്, മറ്റുള്ളവരാൾ തെറ്റിദ്ധരിക്കപ്പെടുക എന്നത് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ വളരെ ഡിമാൻഡഡ് ആയിട്ടുള്ള ഒരു പബ്ലിക് സ്പീക്കറാണ്. 2015 ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അയാളെ ഡയറക്റ്റ്ലി ഇൻ്റർവ്യൂ ചെയ്ത് ഗൂഗിൾ, BBC, CNN. അദ്ദേഹം പറയുന്നത്, ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 30 വർഷം ഞാനിങ്ങനെ കടന്നുപോയി. ഫെയ്ത്ത്, എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്നിൽ, കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. 2, ഞാൻ ആയിരിക്കുന്നിടത്തിൽ എന്നെ എങ്ങനെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണമെന്ന് എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പുസ്തകങ്ങൾ വായിക്കുക, മനുഷ്യരോട് ഇൻട്രാക്ട് ചെയ്യുക. എനിക്ക് ഗതി വന്നു, എൻ്റെ ഇത് നശിച്ചു എന്ന് ഞാൻ ചിന്തിക്കാൻ നിന്നില്ല. അങ്ങനെ പിടിച്ചു നിന്നതുകൊണ്ട് ഒടുവിൽ നീതി കിട്ടിയപ്പോൾ ഞാൻ കുറേ കൂടി ഭേദപ്പെട്ട മനുഷ്യനായി പുറത്തേക്ക് ഇറങ്ങി എന്നുള്ളതാണ്. എല്ലാത്തിനും ഒടുവിൽ ഹിൻറ്റൻ പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ കാര്യമുണ്ട്. ഹിൻറ്റൻ പറഞ്ഞ ഇതാണ്, ഈ 30 വർഷക്കാലവും എല്ലാ ആഴ്ചയും എന്നെ കാണാൻ വന്ന എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ലെസ്റ്റർ, അവനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 30 വർഷം എല്ലാ വെള്ളിയാഴ്ചയും ഏകദേശം 3-3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ട് വേണം ഇവിടേക്ക് വരാൻ. അപ്പോയിൻമെൻ്റ് എടുക്കണം, കാത്തു നിൽക്കണം, ക്യൂവിൽ നിൽക്കണം, 10 മിനിറ്റിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ കൂടെയുണ്ട്, പ്രതീക്ഷ കൈവിടരുത് എന്ന് പറഞ്ഞ ഉറ്റ ചങ്ങാതിയാണ് 30 വർഷത്തോളം ചെയ്യാത്ത കുറ്റത്തിന് ജയിലിലകപ്പെട്ട എനിക്ക് ഓരോ ദിവസവും ശ്വാസം എടുക്കാൻ പ്രേരിപ്പിച്ചു. കാരണം അടുത്ത വെള്ളിയാഴ്ച ലെസ്റ്റർ വരും. അമ്മയുടെ വിശേഷങ്ങൾ പറയും, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പറയും. കാത്തിരിക്കാൻ അയാൾക്ക് എന്തോ ഉണ്ടെന്ന് ഉറപ്പ് കൊടുത്തത് ലെസ്റ്റർ എന്ന് പറയുന്ന കൂട്ടുകാരനാണ്. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്നോട് ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകത്തിൽ ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുക ആ ചങ്ങാതിയാണ്, ലെസ്റ്റർ. ചില ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, ഇപ്പോൾ നമ്മുടെ മുഖം ആർക്കെങ്കിലുമൊക്കെ പ്രതീക്ഷയാവുന്നുണ്ടോ? ഓ, ജോസഫ് ഉണ്ടല്ലോ, അവൻ അവിടെ ഉണ്ടല്ലോ. ആരൊക്കെയോ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു മുഖമാണോ നമ്മുടേത്?
ഈ ലെസ്റ്റർ ആവുക ഇമ്പോസിബിൾ ആണ്. ഈ ഹിൻറ്റൺ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ സ്നേഹിക്കുന്നൊരു മനുഷ്യനൊക്കെ എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ സ്നേഹിക്കപ്പെട്ടാൽ ഞാൻ എന്താ ചെയ്യുക. ഒറ്റയായി കഴിഞ്ഞപ്പോൾ കൂടെയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചങ്ങാതി, അതായിരുന്നു ഈ ബുക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല ഇൻടേക്ക്. നിങ്ങൾ വായിച്ചോ, ഇറ്റ്സ് എ ഹ്യൂജ് ബുക്ക്, വലിയ പുസ്തകമാണ്, ചെറിയ അക്ഷരങ്ങളാണ്. എനിക്കൊരു 2-3 ആഴ്ച വേണ്ടി വന്ന് ഇത് വായിച്ചു തീർക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻ്റണി റേ ഹിൻറ്റനെ യൂട്യൂബ് ഗൂഗിൾ ചെയ്യാവുന്നതാണ്, കുറേ കൂടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതാണ്. പുസ്തകം വായിച്ചാൽ അത്ര നന്നായിരിക്കും. ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഇപ്പം കടന്നു പോകുന്ന എൻ്റെ ചില വിഷമങ്ങളുടെ ദൈർഘ്യം എന്നെ വല്ലാണ്ട് ബാധിക്കണില്ല. കാരണം ചെയ്യാത്ത തെറ്റിന് 30 വർഷം കടന്ന് ഏറ്റവും മിടുക്കനായി പുറത്തേക്ക് ഇറങ്ങിയ ഹിൻറ്റൻ്റെ കഥ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഈ സങ്കടം എന്തേ മാറാത്തേ, ഈ 2 ആഴ്ച ആയുസുള്ള, 1 മാസമായിട്ട് കൂടെയുള്ള, അല്ലെങ്കിൽ 1 വർഷമായിട്ട് കൂടെയുള്ള ഈ സങ്കടം എന്തേ മാറാത്തേ എന്നോർത്ത് കലഹിക്കാൻ, പരാതിപ്പെടാൻ എനിക്ക് അവകാശമില്ല. താങ്ക് യു.